ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് വീറ്റ് ക്യാരറ്റ് കേക്കാണ്. ക്യാരറ്റെല്ലാം നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞെടുക്കണം. ഇത് ശർക്കര വെള്ളമാണ്. ശർക്കര പൊടിച്ച് വെള്ളത്തിലിട്ട് അലിയിച്ചെടുത്തതാണ്. ഉരുക്കിയ ശർക്കരയല്ല ഇത്. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് പാലും നെയ്യുമാണ്. ഇനി ഒരു ബൗളിൽ നമുക്ക് ഗോതമ്പ് മാവാണ് എടുക്കേണ്ടത്. ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് പൗഡറാണ്. അതൊരു ചെറിയ സ്പൂൺ ഇട്ട് കൊടുക്കുക. അതിൻ്റെ നേർ പകുതിയാണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നത്. ഇനി രണ്ടും കൂടി നന്നായിട്ടൊന്ന് മാവിൽ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. ഇതിൻ്റെ കറക്റ്റ് അളവുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ശർക്കര വെള്ളമാണ്. അത് നമുക്ക് കുറച്ചായിട്ട് ചേർത്ത് മാവൊന്ന് ഇളക്കിയെടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കേക്ക് ചെയ്യുമ്പോൾ അളവുകൾ കറക്റ്റായി ഇരുന്നാൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് കേക്ക് ലഭിക്കുകയുള്ളൂ. ബാക്കി ശർക്കര വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും നന്നായിട്ട് ഇളക്കി നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. വളരെ പതുക്കെ വേണം മാവെല്ലാം ഇളക്കി കൊടുക്കാൻ, കട്ട കെട്ടാതെ നോക്കണം. ഇത് വളരെ രുചികരമായൊരു കേക്കാണ്, പോരാത്തതിന് ഹെൽത്തിയുമാണ്. ഇനി നമുക്ക് പാൽ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് എണ്ണയ്ക്ക് പകരം നെയ്യാണ്. നെയ്യോ ബട്ടറോ ചേർത്ത് കൊടുക്കാം. നെയ്യും ബട്ടറൊക്കെ ചേർക്കുമ്പോൾ കേക്കിനൊരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് കിട്ടുന്നതാണ്. ഇനി നമുക്ക് ആവശ്യത്തിന് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. നെയ്യും മാവും കൂടി നന്നായിട്ട് മിക്സ് ആവുന്നത് വരെ കലക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. നെയ്യൊക്കെ നല്ല അലിയുന്നത് വരെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ മാവെല്ലാം കറക്റ്റ് പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കൊത്തിയരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റാണ്. അതുകൂടി ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് ഇളക്കി വേണം ക്യാരറ്റ് മിക്സ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ നമ്മുടെ കേക്ക് ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ പേപ്പർ ഇട്ട് ഒരു കേക്ക് ടിന്നിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. കേക്ക് അലങ്കരിക്കാനായിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കുക്കുംബർ സീഡ്സ് ആണ്. അവരവരുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് ഏത് വേണം എടുക്കാം. കാഷ്യൂ നട്ട്സ് കൂടി എടുക്കാവുന്നതാണ്. കേക്ക് നമുക്ക് കുക്കറിലോ ഓവനിലോ തയ്യാർ ചെയ്യാവുന്നതാണ്. ഓവനിൽ ആണെങ്കിൽ 170 ഡിഗ്രിയിൽ 35 മിനിറ്റ്സ് ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. കേക്കെല്ലാം ഇപ്പോൾ എനിക്ക് പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. വളരെ സ്പോഞ്ചായിട്ടുള്ളൊരു കേക്കാണിത്. കേക്കിൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മുടെ വീറ്റ് ക്യാരറ്റ് കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്നതാണ് വീറ്റും ക്യാരറ്റും ഒക്കെ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണിത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസും എന്നെ അറിയിക്കുക.